Hi friends, നമ്മൾ റൂൾ 8 എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ദയുടെ ഉപയോഗത്തെ പറ്റിയുള്ള റൂൾ 8 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അത് ബേസ് ചെയ്തുള്ള ഒരു ചെറിയൊരു എക്സർസൈസാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ് ഹിയർ. സോ ലെറ്റ്സ് ബിഗിൻ. ഒന്ന്, മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. എന്തുകൊണ്ടാണ് because superlative degree, with superlative degree we use the. Renamdu, this is the first time I am visiting Delhi. Ordinal number, first, second, third, fourth, ordinal number. Rank പറയുന്ന നമ്പർ എന്നാണ് ഓർഡിനൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡിനൽ നമ്പറിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ദ ഉപയോഗിക്കുന്നു. ദ ഫസ്റ്റ്. ഷീ ഈസ് ദ ബെസ്റ്റ് സിംഗർ. നമുക്കറിയാം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അതുകൊണ്ട് ദ വേണം. ഹി വാസ് ദ ഓൺലി സ്റ്റുഡൻറ്റ്. ഓൺലിക്ക് തൊട്ട് മുമ്പ് നമ്മൾ ദ ഉപയോഗിക്കും. അതാണ് ദ ഓൺലി സ്റ്റുഡൻറ്റ്. ഓൺലി സ്റ്റുഡൻറ്റ് ഹൂ ആൻസർഡ് ദിസ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ ലാസ്റ്റ്. അത് കാരണം എന്താണെന്നറിയാമല്ലോ, ഓർഡിനൽ നമ്പർ ദ ലാസ്റ്റ്. ദിസ് സിറ്റി ഈസ് ദ വെരി ബെസ്റ്റ്. ദ വെരി ബെസ്റ്റ് കാരണം എന്താണ്, സൂപ്പർലേറ്റീവ് എന്നിട്ടും വെരി, ദ വെരി ബെസ്റ്റ്. വെരി പ്ലസ് സൂപ്പർലേറ്റീവ് നമ്മൾ ദ ഉപയോഗിക്കും. ഹി ഈസ് ദ സെയിം പേഴ്സൺ. സെയിം ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനിൽ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സെയിമിന് മുമ്പ് ഹി ഈസ് ദ സെയിം പേഴ്സൺ നമ്മൾ പിൻ പോയിന്റ് ചെയ്യാണ്. അയാൾ തന്നെ ദ സെയിമിന് മുമ്പ് ഉപയോഗിക്കും. She is the most beautiful, the most superlative, the most beautiful, etc. It is the worst superlative. It is the worst solution, and so we cannot accept it. Yesterday was a very happy day for me. നോ, ഇതാ വേണ്ട. കാരണം എന്താ, വെരി ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ സൂപ്പർലേറ്റീവ് അല്ല. സൂപ്പർലേറ്റീവ് ആയിരുന്നെങ്കിൽ ഉപയോഗിക്കാം. യെസ്റ്റർഡേ വാസ് ദ വെരി ഹാപ്പിയസ്റ്റ്. ഇത് സൂപ്പർലേറ്റീവ് അല്ലാത്തതുകൊണ്ട് വെരി ഉണ്ട്, എന്നാലും നമുക്ക് വേണ്ട. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ ഹൂ റൺസ് ദ ഫാസ്റ്റസ്റ്റ്. സൂപ്പർലേറ്റീവ് ആഡ്വർബ്. ഇങ്ങനെയാണ് നമ്മൾ ഓർക്കണം. ഇപ്പോൾ റൂൾ 8 പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്, സൂപ്പർലേറ്റീവ്സിന് തൊട്ട് മുമ്പ് ഇതാ ചേർക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഓർഡിനൽ നമ്പേഴ്സിന് മുമ്പ് ഇതാ ചേർക്കണം. മൂന്നാമത്തെ കാര്യം, വെരി അതിന് തൊട്ട് മുമ്പ് ഇതാ ചേർക്കാം. വെരിക്ക് ശേഷം സൂപ്പർലേറ്റീവ് ഉണ്ടെങ്കിൽ. നാലാമത്തെ കാര്യം, സെയിം, ഒള്ളി എന്ന വാക്കുകളുടെ തൊട്ട് മുമ്പ് നമുക്ക് ചേർക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം റൂൾ 8 പഠിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചു. ബൈ.